തുർക്കിക്കെതിരെ അരയും തലയും മുറുക്കി ഭാരതം. തുർക്കിയുടെ എക്കാലത്തെയും വലിയ ശത്രുരാജ്യമായ സൈപ്രസിൽ പ്രധാനമന്ത്രി ഇന്ന് സന്ദർശനം നടത്തും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി കാനഡയിലേക്ക് പോകും വഴിയാകും അദ്ദേഹം സൈപ്രസിലെത്തുക. തിരികെ ഭാരതത്തിലേക്ക് മടങ്ങും വഴി പ്രധാനമന്ത്രി ക്രൊയേഷ്യയും സന്ദർശിക്കും. 1974 മുതൽ സൈപ്രസുമായുള്ള തുർക്കിയുടെ ശത്രുത തുടരുകയാണ്. സൈപ്രസ് സന്ദർശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഐസൺ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, ഈ സന്ദർശനത്തിന് അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ വിവരങ്ങൾ എന്താണ്? തീർച്ചയായും വീണ, ഏറെ പ്രാധാന്യമുള്ള ഒരു സന്ദർശനം തന്നെയാണ് സൈപ്രസിലേത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരുന്നത് ഈ അടുത്ത ദിവസം, അതായത് ഓപ്പറേഷൻ സിന്ദൂർ വേളകളിലെല്ലാം തന്നെ തുർക്കി സഹകരിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതായത് തുർക്കി പാകിസ്ഥാനുമായി സഹകരിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ് 1974 മുതൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1974 മുതൽ ഈസ്റ്റേൺ മെഡിറ്ററേനിയനിലെ എണ്ണ ഖനനം സംബന്ധിച്ച്, അല്ലെങ്കിൽ എണ്ണ എടുക്കുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ, സൈപ്രസും അതുപോലെ തന്നെ തുർക്കിയും തമ്മിലുള്ള വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നം പല രീതിയിലുള്ള അതിസങ്കീർണമായ പ്രശ്നങ്ങളായി മാറുന്ന ഒരു സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഭാരതം കൃത്യമായൊരു പിന്തുണ സൈപ്രസിന് നൽകുകയും ഈ എണ്ണ ഖനനം സംബന്ധിച്ച് അന്താരാഷ്ട്ര നിയമനിർമ്മാണത്തിലുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ നടപടികളുടെ എല്ലാം തന്നെ ഭാഗമായാണ് ഈ സുപ്രധാനമായൊരു നീക്കം നടക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഈ സൈപ്രസ് സന്ദർശനം നേരത്തെ നടത്തിയിരുന്ന നെതർലൻഡ്സ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചതിന് പിന്നാലെ ആ ഷെഡ്യൂളിൽ തന്നെ ഉണ്ടായിരുന്നായിരുന്നു. അത് വെട്ടിച്ചുരുക്കി ഭാരതത്തിലേക്ക് തിരിക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ആക്രമണമെല്ലാം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി അത് പുനരാരംഭിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വിവിധ തലങ്ങളിൽ, അതായത് ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പിൻ്റെ കാര്യത്തിലായാലും, ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗത്വത്തിന് ഭാരതത്തിന് പിന്തുണ നൽകുന്ന കാര്യത്തിലായാലും സൈപ്രസ് മികച്ച പിന്തുണ ഭാരതത്തിന് കാലങ്ങളായി നൽകുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായ പല ഘടകങ്ങളും ഇനി ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകണമെന്നതൊരു പ്രത്യേകത കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സന്ദർശനം. ഭാരതത്തിൻ്റെ നയതന്ത്ര തലത്തിലും വാണിജ്യ തലത്തിലുമുള്ള പ്രത്യേകമായ താല്പര്യം എന്നതിനപ്പുറം തുർക്കിയുമായി കൃത്യമായ എതിർപ്പുണ്ടാകുന്ന ഒരു രാജ്യം തുർക്കി ഭാരതത്തെയും എതിർക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാരതത്തെ എതിർക്കുന്ന ഒരു നിലപാട് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ സ്വീകരിക്കുകയും പാകിസ്ഥാന് ഡ്രോണുകൾ ഉൾപ്പെടെ നൽകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ സൈപ്രസ് സന്ദർശനം ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. 83-ൽ ഇന്ദിരാഗാന്ധിയും പിന്നീട് വാജ്പേയിയും പോയതിന് ശേഷം മൂന്നാമതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ സൈപ്രസിലേക്ക് തിരിച്ചിരിക്കുന്നത്. തീർച്ചയായും ഭാരതവും സൈപ്രസും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുക എന്നതിലുപരി തുർക്കി ഉൾപ്പെടെയുള്ള പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഭീകരതയ്ക്ക് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളെ നിലയ്ക്ക് നിർത്തുക എന്ന ലക്ഷ്യം കൂടി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുണ്ട്. തുടർന്ന് വീണ്ടും അദ്ദേഹം 15 മുതൽ നടക്കാനിരിക്കുന്ന G7 സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കാനഡയിലേക്ക് തിരിക്കുകയും ചെയ്യും. ഓക്കെ, ശരിയായി.